ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് ഇനി അടുത്ത ആഴ്ച എന്തൊക്കെയാണ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഏതായാലും ലോക്കപ്പിലാണ് നമ്മുടെ രവീന്ദ്രൻ ഉള്ളത്. സച്ചി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സച്ചിക്ക് എന്താ പറയാ, നോക്കി നിൽക്കാൻ പറ്റില്ല. അത്രയും വല്ലാത്ത ഒരു ഫീലാണ് നമ്മുടെ സച്ചിക്ക്. ഒരിക്കലും നമ്മുടെ സച്ചി ആഗ്രഹിക്കാത്ത, ഒരിക്കലും കാണരുത് എന്ന് വിചാരിച്ച ആ ഒരു കാര്യമാണ്, ആ ഒരു കാഴ്ചയാണ് നമ്മുടെ സച്ചി കണ്ടത്. ലോക്കപ്പിൽ കിടക്കുന്ന രവീന്ദ്രൻ, വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സച്ചി. ഇത് രേവതിയാണ് ഇതിന് കാരണമെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊട്ടിത്തെറി. അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ദിവസത്തെ വിശേഷത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏതായാലും പോലീസ് ഏറ്റെടുത്ത കേസായതുകൊണ്ട് തന്നെ വർഷ എവിടെ പോയതാണെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും വർഷയുടെയും ശ്രീകാന്തിന്റെയും വിവാഹം കഴിഞ്ഞതാണെന്ന് തന്നെ അറിയുന്നുണ്ട്. അതുപോലെ അമ്പലത്തിൽ ഉള്ള ഒരു രജിസ്റ്റർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിന് സാക്ഷിയായിട്ട് നിന്നത് നമ്മുടെ രേവതിയാണെന്ന് അറിയുകയും ചെയ്യുന്നു. അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് ഉണ്ടാകുന്നത്. പൊട്ടിത്തെറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുമൊരു ചെറിയൊരു പൊട്ടിത്തെറിയൊന്നും അല്ല. നമ്മുടെ സച്ചി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല രേവതി ഇതിന് കൂട്ടു നിൽക്കുമെന്ന്. ഏതായാലും സച്ചി ഇടഞ്ഞില്ലേ, ഇടയാത്ത കൊമ്പനും ഇടയും. ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ രേവതി ഇതിന് കൂട്ടു നിൽക്കില്ല എന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ സച്ചി ആ ഒരു സത്യം മനസ്സിലാക്കുകയും രേവതിയുടെ കർണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തിട്ട് ഇറങ്ങിപ്പോടി, എൻ്റെ മുമ്പിൽ ഇനി നീ കണ്ടുപോകരുത്. നിന്നെ വിശ്വസിച്ചിട്ട് ഞാൻ എൻ്റെ കുടുംബത്തെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഇവിടുന്ന് പോയത്. ഇവിടുന്ന് പോയപ്പോൾ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? നീ എൻ്റെ കുടുംബത്തെ നോക്കിക്കോണം, നീ ശ്രീകാന്തിനോട് പറഞ്ഞെല്ലാം മനസ്സിലാക്കണം, അതുപോലെ അച്ഛനെ നീ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണോടി നീ കാണിച്ചു വെച്ചത്? ഞാൻ പോയ സമയം നോക്കി എൻ്റെ അനിയനെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിച്ചതാണോടി നീ ചെയ്ത സൽപ്രവൃത്തി? നീയെ എപ്പോഴും അമ്മ പറയാറുണ്ടല്ലോ നീ ഒരു ശാപമാണെന്ന്, അതുപോലെ നീ എനിക്കൊരു ശാപം തന്നെയാടി. നീ കുടുംബത്തിൽ വന്നതോടുകൂടി ഈ ശാപം ഇരട്ടിച്ചിരട്ടിച്ച് വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രയ്ക്ക് കുറച്ചൊക്കെ ആശ്വാസമായി കേട്ടോ. രവീന്ദ്രൻ ലോക്കപ്പിൽ കിടക്കുന്നതിൻ്റെ എല്ലാ സങ്കടവും ചന്ദ്രയ്ക്ക് ഉണ്ടെങ്കിലും ഈ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് ആശ്വാസമാകുന്നു, ശ്രുതിക്ക് ആശ്വാസമാകുന്നു. രേവതി പാവം കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. വെളിയിലേക്ക് തള്ളിവിടുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് തള്ളിവിടുന്നു. അപ്പോൾ പോലീസുകാരി ഇടപെട്ടിട്ട് പറഞ്ഞു, വേണ്ട, ഇവിടെ കയ്യാങ്കളിയൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നം അത് വീട്ടിൽ ചെന്ന് തീർത്താൽ മതി എന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ ആകെപ്പാടെ കുഴമറിഞ്ഞിരിക്കുകയായിരുന്നു. ഏതായാലും അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയും മാറി മാറി ഫോൺ വിളിക്കുകയാണ്. ചന്ദ്ര വിളിക്കുന്നു, ശ്രുതി വിളിക്കുന്നു, സുധി വിളിക്കുന്നു, അങ്ങനെ എല്ലാവരും സച്ചി സഹിതം വിളിക്കുന്നു. ഒന്നും വരുന്നില്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ആകെപ്പാടെ പ്രശ്നം. ഈ സമയത്ത് നമ്മുടെ സച്ചി കുറച്ച് ഫുഡൊക്കെ ആയിട്ട് വരികയാണ് ലോക്കപ്പിലേക്ക് രവീന്ദ്രന് കൊടുക്കാൻ വേണ്ടി. രാവിലെ മുതൽ പട്ടിണിയാണ്. അതുപോലെ രവീന്ദ്രന് പല അസുഖങ്ങളൊക്കെ ഉണ്ട്, പ്രായത്തിൻ്റെതായ അസുഖങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചന്ദ്ര പറഞ്ഞു, പ്ലീസ് സാർ എന്തെങ്കിലും ഒന്ന് കൊടുത്തോട്ടെ ഞാൻ എൻ്റെ ഭർത്താവിന്. അദ്ദേഹം ഒന്നും കഴിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് BP ലോ ആയി പോവുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് എന്തെങ്കിലും കൊടുത്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി കൊണ്ടുവന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങുമ്പോൾ പോലീസുകാർ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ല. പിന്നെ CI അവിടെ നിന്ന് പോയത് കൊണ്ട് തന്നെ അവിടെ മനസാക്ഷിയുള്ള 2-3 കോൺസ്റ്റബിൾമാരുണ്ടായിരുന്നു. അവർ കൊടുത്തോളാൻ പറയുന്നു. അങ്ങനെ നമ്മുടെ സച്ചി ഭക്ഷണം കൊടുക്കുകയാണ് രവീന്ദ്രന്. ജയിലിലല്ല, ലോക്കപ്പിൽ ഇങ്ങനെ അടച്ചിട്ടേക്കാണ്, തുറക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ കുനിഞ്ഞിരിക്കുന്ന അല്ലാതെ ഇതുവരെ സച്ചി വന്നിട്ട് പോലും ഒരു അക്ഷരം മിണ്ടുന്നില്ല. അങ്ങനെ സച്ചി പറഞ്ഞു, വേണ്ട അച്ഛൻ കഴിക്കണ്ട, ഞാൻ വാരിത്തരാം അച്ഛന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രവീന്ദ്രൻ്റെ ഭക്ഷണം വാരി കൊടുക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്തു രവീന്ദ്രൻ? വാരിക്കൊടുത്ത ആ ഒരു സമയത്ത് രവീന്ദ്രൻ കയ്യിലൊരു ഒറ്റ തട്ടായിരുന്നു. ആ ഭക്ഷണം എല്ലാം തീർച്ചു പോയി. എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ഒന്നും വേണ്ട, നിങ്ങളൊക്കെ ഒന്ന് പോയി തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്കും മാനസിക നില തെറ്റിയിരിക്കുകയാണ് രവീന്ദ്രൻ്റെ. അപ്പോഴാണ് സച്ചി ആ ഭക്ഷണമായിട്ട് വെളിയിലേക്ക് പോയപ്പം അവിടെ നിൽക്കുക നമ്മുടെ രേവതിനെ അകത്ത് കയറ്റാൻ സമ്മതിക്കുന്നില്ല. അപ്പോഴും പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ തന്നെ ഇരിക്കുക. ഒരു രാത്രിയാകാറായി കേട്ടോ. അപ്പോഴും നമ്മുടെ രേവതി വെളിയിൽ തന്നെ ഇരിക്കുകയാണ്, പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ തന്നെ ഇരിക്കുന്നു. അങ്ങനെ സച്ചിയുടെ മുമ്പിൽ വന്നിട്ട് പറയും, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സച്ചിയേട്ടാന്ന് പറയുമ്പോൾ സച്ചി വീണ്ടും നമ്മുടെ രേവതിനെ ആട്ടി ഓടിക്കുക. എൻ്റെ മുമ്പിൽ നിന്നെ കണ്ടുപോകരുത്, നിന്റെ മുഖം എനിക്ക് കാണണ്ട, നീ പോക്കോ, നീ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ, നീ പോയി ചത്താലും എനിക്ക് കുഴപ്പമില്ല എന്ന് ഒക്കെ ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും രേവതിയുടെ മനസ്സ് വല്ലാണ്ട് അങ്ങ് വേദനിക്കുക.
അങ്ങനെ സച്ചി പോയി ഒരു കുപ്പി വെള്ളം എടുത്തോണ്ട് വരികയാണ്. വെള്ളം എടുത്തോണ്ട് വന്നിട്ട് നേരെ രവീന്ദ്രന്റെ മുമ്പിൽ കൊടുത്തിട്ട് ഇതെങ്കിലും ഒന്ന് കുടിക്കുക അച്ഛൻ, ഇതെങ്കിലും ഒന്ന് കുടിക്കുക, എന്റെ സമാധാനത്തിനൊന്ന് കുടിക്കാൻ പറഞ്ഞു. അത് ചിലപ്പോൾ നമ്മുടെ രവീന്ദ്രൻ സച്ചിയുടെ സമാധാനത്തിന് വേണ്ടി ആയിരിക്കാം കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. ഈ സമയവും സച്ചി മാറി നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിന്റെയും ഫസ്റ്റ് നൈറ്റ് തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വർഷ ഭയങ്കര സന്തോഷത്തിലാണ്. വർഷയ്ക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ നമ്മുടെ ശ്രീകാന്ത് അത്ര വലിയ സന്തോഷത്തിലല്ല. കാരണം നമ്മുടെ രേവതി പെട്ട് നിൽക്കുകയാണോ എന്നൊന്നും അറിയില്ല. ഫോൺ ഇട്ട് ഓൺ ആക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആകെപ്പാടെ ഒരു വല്ലാത്തൊരു പരവേശം എടുത്ത് നടക്കുകയാണ്. അപ്പൊ അതിനിടയിലാണ് നമ്മുടെ വർഷ കുറച്ച് റൊമാൻസ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ വർഷയോട് പറഞ്ഞു, വർഷ എനിക്കിപ്പോ ഒന്നിനും പറ്റില്ല, പക്ഷേ ഒരു കാര്യം ചെയ്യണം, എനിക്ക് എന്റെ വീട്ടിൽ വിളിക്കാതിരുന്നു കഴിഞ്ഞ് ഈ ഒരു പ്രശ്നം കൂടുകയുള്ളൂ. എന്റെ അച്ഛൻ എന്തു പറ്റി, അതുപോലെ തന്നെ എന്റെ അമ്മയൊക്കെ എന്നെ തിരക്കല്ലേ ഇപ്പം, അതുപോലെ ഏടത്തിക്ക് എന്താ പറ്റിയത്, ഏടത്തി പാവം നമ്മളെടുത്ത് കൂട്ട് നിന്നിട്ട് ലാസ്റ്റ് ഏടത്തി പെട്ട് നിൽക്കുകയാണോന്നൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നീ അതുകൊണ്ടൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, നീ ഇപ്പം മിണ്ടാതിരിക്കവിടെ, 2 ദിവസം കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഒതുങ്ങി തീരും, എന്റെ അമ്മയും നിന്റെ അമ്മയും എന്റെ അച്ഛനും നിന്റെ അച്ഛനൊക്കെ ഒന്നിക്കും, നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും, ആ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ നമ്മൾ കാത്തിരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്തത്, നമ്മുടെ വർഷ കയറി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷേ ഉറക്കം വരാത്ത ഒരാളുണ്ട്, നമ്മുടെ ശ്രീകാന്തിന് എന്ത് ചെയ്ത ഉറക്കം വരുന്നില്ല. കാരണം ശ്രീകാന്ത് കുടുംബത്തിനോട് സ്നേഹമുള്ളൊരു ചെറുപ്പക്കാരനാണ്. കാരണം സച്ചി എന്ന് വെച്ചാൽ ജീവനാണ്, രേവതി എന്ന് വെച്ചാൽ ജീവനാണ്, അതിലേറെ നമ്മുടെ രവീന്ദ്രനെ ജീവനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല വർഷനെ പോലെ. വർഷയ്ക്ക് കുറച്ച് എന്താ പറയുക, പെൺകുട്ടിയാണെങ്കിലും കുറച്ച് എന്താ പറയുക ധൈര്യമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ശ്രീകാന്തിന് അതില്ല. ശ്രീകാന്ത് എങ്കിൽ പിന്നെ ഫോണൊന്ന് വെറുതെ ഓണാക്കി നോക്കാം, ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങോട്ട് വിളിച്ചോ വല്ല മെസ്സേജും വന്നിട്ടുണ്ടോ എന്ന് അറിയാമല്ലോ എന്ന് ഓർത്തു. ഏതായാലും ഈ സമയം നമ്മുടെ രേവതിനെ കാണിക്കുന്നുണ്ട്. രേവതി ആ ഒരു പാതിരാത്രി ആ പോലീസ് സ്റ്റേഷന്റെ അപ്പുറം ഒരു കടയുണ്ട്, ആ കടയുടെ വരാന്തയിൽ ഇങ്ങനെ ഉറങ്ങുകയാണ് കേട്ടോ. ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചാൽ ഉറങ്ങുമല്ല, മയങ്ങുകയാണ്. അങ്ങനെ സച്ചിയും അവരൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. ആരും വീട്ടിൽ പോയിട്ടില്ല. അപ്പം പോലീസുകാർ ഇടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ പോക്കോ, നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട, ഏതായാലും നാളെ ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകും, അയാൾ വന്നില്ലെങ്കിൽ, ശ്രീകാന്ത് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നാളെ കോടതിയിലേക്ക് കൊണ്ടുപോകും, പിന്നെ ജയിലിലേക്ക് നേരെ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ എങ്ങനെ ഉറക്കം വരാനാ നമ്മുടെ സച്ചിക്കും അതുപോലെ ചന്ദ്രയാണെങ്കിൽ അലമുറ ഇട്ട് കരയോ, സച്ചിയടാ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ, നിന്റെ അച്ഛൻ ഈ കിടപ്പ് നീ കാണുന്നില്ലേടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ എങ്കിൽ പിന്നെ സച്ചി എനിക്ക് 2 വക്കീലിനെ അറിയാം, എന്തെങ്കിലും ഒരു വക്കീലിനെ ഏർപ്പാടാക്കി വല്ല ജാമ്യത്തിന് ശ്രമിക്കാന്നൊക്കെ പറഞ്ഞ് ഇവർ അതിനൊക്കെ ഉള്ള ഏർപ്പാടൊക്കെ നടത്തുന്നുണ്ട്. ഇതേസമയം രേവതിക്ക് അകത്ത് കയറി വരണം എന്നുണ്ട്. പക്ഷെ അകത്ത് കയറി വരാൻ പറ്റുന്നില്ല, സച്ചി സമ്മതിക്കുന്നില്ല. നമ്മുടെ രേവതി അവിടെ ഇരിക്കുന്നു. അപ്പോഴാണ് ശ്രീകാന്ത് ഫോൺ ഓണാക്കുന്നത് കാണിക്കുന്നത് വീണ്ടും. അങ്ങനെ ഫോൺ ഓണാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി എന്ത് ചെയ്തു, ഒരു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു. എന്നെ ചതിച്ചില്ലേടാ നീ എവിടെയാടാ, വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, നീ എന്നെ ചതിച്ചില്ലേ, എല്ലാവരും കൂടി ഇപ്പൊ ഇവിടെ എന്നെ ഇട്ട് പെടാപ്പാട് പെടുത്തല്ലേടാ, നീ കാരണം ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോടാ നിനക്കെന്നും പറഞ്ഞൊരു ചെറിയൊരു മെസ്സേജ് വിട്ടേക്കുന്ന കണ്ടു. അപ്പൊ തന്നെ ശ്രീകാന്തിന് മനസ്സിലായി എന്തോ വലിയ പ്രശ്നമുണ്ട്, സംതിങ് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ നമ്മുടെ ശ്രീകാന്ത് എന്ത് ചെയ്തു, രണ്ടും കൽപ്പിച്ച് നമ്മുടെ രേവതിനെ അങ്ങ് വിളിക്കുക. രേവതിനെ വിളിച്ചത് രേവതി പെട്ടെന്ന് ശ്രീകാന്തിന്റെ ഫോൺ കണ്ടോണ്ട് ചാടി എണീറ്റിട്ട് എന്താ ശ്രീകാന്ത്, നീ എവിടെയാ ശ്രീകാന്ത് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഏടത്തി എടാ നീ എന്ത് പരിപാടിയാടാ കാണിച്ചത്, എന്റെ കാര്യം പോട്ടെ, എന്റെ കാര്യം നീ നോക്കണ്ട, നിന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്, വർഷയുടെ അച്ഛൻ പരാതി കൊടുത്തിട്ട് നിന്റെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പോയി, ഇപ്പം അദ്ദേഹം ലോക്കപ്പിൽ കിടക്കുവാന്ന് പറഞ്ഞു തീരുന്നില്ല. അതിനു മുമ്പ് തന്നെ നമ്മുടെ ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്തിട്ട് വർഷനെ വിളിച്ചു. വർഷം എണീക്കാൻ പറഞ്ഞു. വർഷ ഉറക്കത്തിൽ ഒരു രീതിയിൽ ഇങ്ങനെ എണീറ്റ് വന്നിട്ട് എന്താ ശ്രീകാന്ത് എന്ന് ചോദിച്ചപ്പം അതെ നമുക്ക് പെട്ടെന്ന് പോയേ പറ്റൂ, എൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനില്ല, നിന്റെ അച്ഛൻ കൊണ്ട് പരാതി കൊടുത്തിട്ട് എൻ്റെ അച്ഛൻ ഇപ്പം പോലീസ് സ്റ്റേഷനില്ല, എൻ്റെ അച്ഛൻ ലോക്കപ്പിൽ കിടക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വർഷയ്ക്കും എന്തോ പോലെ ആയിട്ടോ. അപ്പൊ വർഷ പറഞ്ഞു എങ്കിൽ ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പൊ ഇതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ശ്രീകാന്ത് വരാമെന്ന് രേവതിയോട് പറഞ്ഞായിരുന്നു. രേവതി നേരെ ലോക്കപ്പിൽ കയറി ചെന്നിട്ട് നമ്മുടെ രേവതി പറയുകയാണ്, അതെ ഇപ്പൊ ശ്രീകാന്ത് വരും, അച്ഛനെ വെളിയിൽ അച്ഛനെ ഇറക്കി വിടി, ഇപ്പൊ ശ്രീകാന്ത് വരും, എന്നെ വിളിച്ചായിരുന്നു പറഞ്ഞു. അപ്പൊ സച്ചു വന്ന് ചോദിച്ചു, വിളിച്ചോ, സത്യമാണോന്ന് ചോദിച്ചു. പറഞ്ഞു ആ വിളിച്ചു, ഇപ്പൊ ശ്രീകാന്ത് വരും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാത്തിനും ശ്രീകാന്തും വർഷയോ കാരണം, ഞാൻ അറിയാതെ ചെയ്തു പോയതാ ഒപ്പെന്ന് പറഞ്ഞപ്പം എന്നിട്ടൊന്നും നമ്മുടെ സച്ച ഒന്നും കേൾക്കുന്നില്ല, രേവതിയുടെ വാക്കുകളൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇതേ സമയമാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ വരുന്നത് കേട്ടോ. വർഷയും ശ്രീകാന്തും വരുന്ന ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ
നമ്മുടെ വർഷയുടെ അച്ഛനെയും അമ്മേനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി, മകള് വരുന്നുണ്ട് എന്നും പറഞ്ഞു. അപ്പൊ അവരും ഇവിടെ ഉണ്ട്. വർഷയും ശ്രീകാന്തും വരികയും ചെയ്തു. അങ്ങനെ വർഷയും ശ്രീകാന്തും കേറി വരുന്നു. നമ്മുടെ ശ്രീകാന്തിനിട്ട് കൊടുത്തില്ലേ സച്ചു പൂരം. ഒരു ഇച്ചിരി നേരം കൊണ്ട് മിന്നായം പോലെ ഒരു സമയം കിട്ടിയതുള്ളൂ. കോട്ടത്ത് തലങ്ങനും വേലങ്ങനും ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ വർഷ പറഞ്ഞു മാറി നിൽക്കി പ്ലീസ്, ശ്രീകാന്തിനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് വർഷ കാല് പിടിക്കുന്നു. കൊടുത്തന്നാലും അപ്പം പോലീസ് പറഞ്ഞു നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, നിങ്ങൾ കുറച്ച് നേരം മുമ്പ് ഇവിടെ കിടന്ന് കാണിക്കുന്നത് നിങ്ങളുടെ പെണ്ണുമ്പിളക്കിട്ട് കൊടുക്കുന്നത് കണ്ടു, മര്യാദയ്ക്ക് ഇരുന്നോണ്ട് ഇത് പോലീസ് സ്റ്റേഷനാണ്, ഞങ്ങൾ ഇവിടെ എന്തിനാ ചോദിക്കാൻ ഇരിക്കുന്നത്, എന്താ എന്നാൽ പിന്നെ ഞങ്ങളുടെ ഉപ്പായം എടുത്ത് നിനക്ക് ഇട്ടാൽ പോരെ, നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, മര്യാദ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ 2-3 പോലീസുകാർ കൂടി വന്ന് പിടിച്ചങ്ങോട്ട് മാറ്റി അങ്ങ് നിർത്തി. അപ്പോഴത്തേക്കുമാണ് വർഷയുടെ അമ്മ വന്നത്. വർഷയുടെ അമ്മ വന്നിട്ട് എന്ത് ചെയ്തു, വർഷക്കിട്ട് 2-3 കൊടുത്തിട്ട് നിന്നെ ഇതിനാണോടി ഒരു മോളെ ആയിട്ട് നിന്നെ പൊന്നാരി ചോമന് ചിങ്ങേരി വളർത്തിയത്, നീ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നാണക്കേട് തരാനായിരുന്നോടി നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർഷയുടെ അച്ഛൻ പറഞ്ഞു, ദേ സാറേ ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് കിട്ടി, ദേ ഇവനെയും കൂടെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലിടാം, ഈ ശ്രീകാന്തിനെ ഇവനെയും പിടിച്ച് ലോക്കപ്പിൽ അടയ്ക്കാൻ, എൻ്റെ മോളെ നിർബന്ധിച്ചു കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞു. ഈ സംഭവം പറയുകയും പെട്ടെന്ന് നമ്മുടെ വർഷ പറഞ്ഞു, അല്ല അച്ഛൻ എന്താ പറഞ്ഞത്, ശ്രീകാന്തിനെ പിടിച്ച് ലോക്കപ്പിൽ ഇടാനോ? അതെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനകത്ത് കിടക്കുന്ന ശ്രീകാന്തിനെ അച്ഛനെ ലോക്കപ്പിൽ നിന്ന് വെളിയിലിറക്കുക ചെയ്യേണ്ടത്. ഞാനേ ഒരു പ്രായപൂർത്തിയായ പെണ്ണ, എനിക്ക് 18 വയസ്സ് തികഞ്ഞതാ, അതുപോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞതാ, അതുപോലെ തന്നെ ഈ നിൽക്കുന്ന ശ്രീകാന്തും പ്രായപൂർത്തിയായതാ. ഞങ്ങൾ രണ്ടുപേരും സമ്മതത്തോടു കൂടി ഒരു വിവാഹം കഴിച്ചതിൽ എന്താ തെറ്റിരിക്കുന്നത്, അതിനെന്ത് നിയമ നടപടിയാണ് നിങ്ങൾക്ക് എടുക്കാനുള്ള അവകാശമുള്ളത്. അതേ, നിങ്ങൾ കൂടുതൽ നിയമങ്ങളൊന്നും എന്നെ പഠിപ്പിക്കേണ്ട, എനിക്കും ഇതൊക്കെ അറിയാമെന്ന് പറഞ്ഞു പോലീസുകാരോട്. പോലീസുകാർ പറഞ്ഞു, അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല നിങ്ങളിപ്പോൾ കേട്ടില്ലേ, അല്ല നിങ്ങളുടെ മകള് തന്നെയല്ലേ ഈ പറയുന്നത്, മകളുടെ ഇഷ്ടത്തോടു കൂടിയാണ് ഇയാളുടെ വിവാഹം കഴിച്ചത്, പിന്നെ ഇവിടെ ആർക്കാ എന്താ കുഴപ്പമിരിക്കുന്നത്, ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഇവരൊരു പരാതി തരുന്നു, അതിന്റെ പേരിൽ ഞങ്ങൾ അന്വേഷിച്ചു, ഇപ്പം ഏതായാലും സത്യം തെളിഞ്ഞു, ഇനിയിപ്പം ഒരു കാര്യം ചെയ്യണം എന്നിങ്ങനെ വർഷയുടെ അച്ഛനോട് പറയുകയാണ്, ഈ കേസ് പിൻവലിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗവുമില്ല, നിങ്ങളുടെ മകൾക്ക് പ്രായപൂർത്തിയായതാണ്, ആ ചെറുപ്പക്കാരനും പ്രായപൂർത്തിയായതാണ്, പ്രായപൂർത്തിയായ രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരിക്കലും ഒരു തെറ്റുമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസുമായിട്ട് ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. വർഷയുടെ അച്ഛനും അമ്മയും പെട്ടുപോയില്ലേ. വർഷയുടെ അമ്മ പറഞ്ഞു, എടി നീ ഇതിന് അനുഭവിക്കൂടി, നോക്കിക്കൂടി, നീ ഇതിന് അനുഭവിച്ചിരിക്കൂടി, ഒരു തന്തയുടെയും തള്ളയുടെയും കണ്ണീന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ നീ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോവില്ലടി, നീ നോക്കിക്കോടി, നീ തന്നെ ഞങ്ങളുടെ അടുത്ത് വരൂടി, ഈ ജീവിതം നിനക്ക് ഇഷ്ടമല്ല, ഈ ജീവിതത്തിൽ നിനക്ക് സമാധാനമില്ലെന്നും പറഞ്ഞ് നീ തന്നെ വരൂടി ഞങ്ങളുടെ അടുത്ത്, അത് ഞങ്ങൾ കാണൂടി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വർഷയുടെ അച്ഛനും അമ്മയും കൂടി ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയായിട്ടോ. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥയെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കുടുംബത്തെ വേദനിപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കുവേ അതത്രയ്ക്ക് നമുക്കൊക്കെ അങ്ങോട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ പിന്നെ അതൊരു മാതൃകയാക്കി എടുക്കുകയോ ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇതൊക്കെ കാണുന്നത് ആസ്വദിക്കാനാണല്ലോ. അപ്പോൾ ഏതായാലും ഈ സമയം പോലീസുകാർ ലോക്കപ്പിൽ നിന്ന് നമ്മുടെ രവീന്ദ്രനെ ഇറക്കുകയാണ്. അങ്ങനെ ലോക്കപ്പ് തുറന്നതും സച്ചി ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മുടെ രേവതിക്ക് തോന്നി, എങ്കിൽ പിന്നെ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ. അപ്പം ശ്രീകാന്ത് പറയുകയും ചെയ്തു കേട്ടോ, നിരപരാധിയാണ്, ഏടത്തി ഒന്നും ചെയ്തില്ലെന്ന്. പക്ഷെ സച്ചി വിശ്വസിക്കുന്നില്ലത്. ആ ഒരു സമയത്തും നമ്മുടെ രേവതി അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, മാറി നിൽക്കടി, നിന്നോടല്ലേ പറഞ്ഞ മാറി നിൽക്കാനാ, നീ പുണ്യവതി കളിക്കുമെന്നും വേണ്ട, നീയും ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര പറഞ്ഞു, അല്ലെങ്കിലും ഇവള് രാവിലെ ശ്രീകാന്തിന്റെ കൂടെ ഇവർ ഒരുമിച്ച ബൈക്കിന് പോയത്, അപ്പം രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് പോയത്, അല്ലാതെ ഇവക്ക് അറിയത്തില്ലെന്നൊക്കെ പറയുന്നത് ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രീകാന്ത് വെറുതെ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് കിട്ടിയ അവസരമല്ലേ, ചന്ദ്രയ്ക്ക് മുതലാക്കണമല്ലോ, ചന്ദ്രയെ അങ്ങ് പറയാൻ തുടങ്ങി. ഏതായാലും സച്ചി പറഞ്ഞു പോകാൻ പറഞ്ഞു. അങ്ങനെ രവീന്ദ്രനെ താങ്ങി പിടിച്ച് ഇവർ നേരെ വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് കയറ്റി. അപ്പം രേവതി കയറാൻ തുടങ്ങുകയാണ്. രേവതി കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, എന്താടാ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം, വേണ്ട അച്ഛൻ മിണ്ടണ്ട, അച്ഛൻ വണ്ടിക്കകത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിനെ കൂട്ടാതെയാണ് ആ ഒരു രാത്രി സച്ചി രേവതിനെ ആ പോലീസ് സ്റ്റേഷനിലാക്കിയിട്ട് പോകുന്നത്. സത്യം പറഞ്ഞ ഒരുപാട് വിഷമം തോന്നും നമുക്ക് കാണുമ്പോൾ, രേവതിയുടെ അവസ്ഥ കാണുമ്പം. ഏതായാലും ഇവർ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ ചെന്ന ഉടനെ തന്നെ നമ്മുടെ സുധി എന്താ പറയുന്നത്, എനിക്ക് വിശക്കുന്നേ വല്ലോം തായേന്നും പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോഴത്തേക്കും ചന്ദ്ര വഴക്ക് പറയാണ്, നിന്റെ ഒരു വിശപ്പ് നീ മിണ്ടാതിരിക്കുന്നുണ്ട്, ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചായയോ കാപ്പിയോ വല്ലതും കുടിക്കാൻ കൊടുക്കട്ടെ, അവൻ്റെ ഒരു വിശപ്പ് നീ മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, എന്താ സുധി ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ സിറ്റുവേഷൻസ് അനുസരിച്ച് നീ പ്രവർത്തിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ സുധി ഒന്നും മിണ്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര പോയി ഒരു ചായയൊക്കെ എടുത്തിട്ടുകൊണ്ട് വന്നു. ഈ ഒരു സമയത്തും നമ്മുടെ രവീന്ദ്രന് വലിയൊരു ഇതിലായിട്ടില്ല കേട്ടോ, എന്താ പറയുക, രവീന്ദ്രന് വെളിവ് വന്നിട്ടില്ല. ആ ഒരു വെളിവുകേട് പോലെ തന്നെയാണ് രവീന്ദ്രൻ ഓരോന്ന് കാണിക്കുക. പെട്ടെന്ന് ഒരു കുടം വെള്ളം എടുത്ത് തലയിൽ കൂടെ ഒഴുക്കിയൊക്കെ ചെയ്യുക. അപ്പോൾ ഓടി സച്ചി എന്നിട്ട്, ഈ രാത്രി എന്താ അച്ഛാ കാണിക്കുന്നത്, അച്ഛന് പനി പിടിക്കില്ല എന്ന് പറയുമ്പം, അതെ ഇതുവരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല,
ആദ്യമായിട്ടല്ലേ ഞാൻ പോകുന്നത്, അപ്പം പിന്നെ ഒന്ന് ശുദ്ധിയായിട്ട് പെരയ്ക്കകത്ത് കയറിയ മതിയല്ലോ എന്ന് ഓർത്താന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് വീണ്ടും സച്ചി കരയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ രേവതിനെ കാണിക്കുന്നുണ്ട്. രേവതി തിരിച്ച് വീട്ടിലെത്തുകയാണ്. രേവതി തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി വീണ്ടും രേവതിനെ ഇറക്കി വിടുകയാണ് അവിടുന്ന്. സച്ചി സമ്മതിക്കുന്നില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ സച്ചി പോകുന്നുണ്ട്. സച്ചി തിരിച്ച് ഓട്ടത്തിന് പോകുന്നുണ്ട്. ഓട്ടത്തിന് പോയ ആ ഒരു സമയത്താണെങ്കിലും രേവതി തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയും അതുപോലെ സുധിയും ശ്രുതിയും കൂടെ ചേർന്ന് നിനക്ക് ഇവിടെ ഇനി സ്ഥാനമില്ല, ഇവിടെ ഇറങ്ങിക്കോ, നിന്റെ കെട്ടിയോ നിന്നെ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നെ അംഗീകരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇറങ്ങിക്കോ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയാതെ ഞാൻ ഇറങ്ങില്ലെന്ന്. ഏതായാലും അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ സുധി ഫോൺ വിളിക്കുകയാണ് സച്ചിനെ. അപ്പോൾ സച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവളുടെ കൈ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിയുടെ കൈ കൊടുത്തിട്ട്, ഇനി ഒരു നിമിഷം പോലും നീ എൻ്റെ വീട്ടിൽ നിൽക്കരുത്, നീ എൻ്റെ ആരുമല്ല, വേണമെങ്കിൽ നീ ആ താലി അവിടെ അഴിച്ചു വെച്ചിട്ട് പൊക്കോളാൻ പറയുക. പിന്നെ നമ്മുടെ രേവതിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെ രേവതി എന്താ ചെയ്യുക? അവിടുന്ന് നേരെ പോവുകയാണ് രേവതിയുടെ വീട്ടിലേക്ക്. ഇതേ സമയം രേവതിയുടെ വീട്ടിൽ വലിയ ബഹളങ്ങൾ നടക്കുക. ദേവുവിനെ തലങ്ങനും വിലങ്ങനും ഒക്കെ അടിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി. നീ എന്തിനാടി ഈ കൊലച്ചതി ചെയ്തത്, നീ എന്തിനാടി ഇങ്ങനെയൊക്കെ കാണിച്ചത്, നിന്റെ ചേച്ചിയുടെ ജീവിതം നീ നശിപ്പിക്കൂലേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര പ്രശ്നം നടക്കുമ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. രേവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മിനെ കെട്ടിപ്പിടിച്ച് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടമ്മയെന്നും പറഞ്ഞ് ചെല്ലുക. കുറേ നേരം നമ്മുടെ ലക്ഷ്മി രേവതിനെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, മോളെ അങ്ങനെ ഇറക്കി വിട്ടെന്നും പറഞ്ഞ് മോള് വരാൻ പാടില്ല, മോളൊരു കാര്യം ചെയ്യണം, മോളുടെ ഭർത്താവിനോന്റെ കാലും കൈയും പിടിച്ചിട്ടാണേലും അങ്ങനെ അകത്ത് കയറി പറ്റണം, കാരണം നിന്റെ കയ്യിലും തെറ്റുണ്ട്, നമ്മുടെ കയ്യിലും തെറ്റുണ്ട്, അപ്പം നീ നിന്റെ ഭർത്താവിനോട് ഒരു ക്ഷമ ചോദിക്കണം, ചിലപ്പോൾ ആ ഒരു ക്ഷമയുടെ പേരിൽ നിന്നെ അവൻ അകത്ത് കയറ്റിയാലോ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി വീണ്ടും സച്ചിയുടെ കാല് പിടിക്കാനായി ചെല്ലുന്നു. സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്ന വേറെ എങ്ങോട്ടേക്കും അല്ല ചെല്ലുന്നത് കേട്ടോ. സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ആ ഒരു എന്താ പറയുക, ആ ഒരു ടാക്സിയൊക്കെ ഉള്ള സ്റ്റാൻഡ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പം രേവതിനെ കണ്ടുവരണേ ടാക്സി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി സച്ചി തുടങ്ങിയപ്പം രേവതി ടാക്സിയുടെ ഫ്രണ്ടിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നെ കൊന്നിട്ട് പൊക്കോളാൻ പറഞ്ഞ്, എനിക്ക് സംസാരിക്കാനൊന്ന് കേൾക്കണം, അല്ലെ എന്നെ കൊന്നിട്ട് പൊക്കോന്ന് പറയാം. കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, എടാ വേണ്ട എന്ന് പറയുന്നുണ്ട്. സച്ചി ഇങ്ങനെ എരപ്പിച്ച് നിൽക്കുക. ലാസ്റ്റ് നമ്മുടെ രേവതി മാറില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക്, നീ എന്തിനാടി നീ ഇങ്ങോട്ടേക്ക് വന്നത്, എനിക്ക് നിന്നെ കാണണ്ടാന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു. അപ്പം രേവതി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, എനിക്ക് ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒന്നും പറയാൻ നമ്മുടെ രേവതിനെ കൊണ്ട് സമ്മതിക്കുന്നില്ല. രേവതി എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും സച്ചിയുടെ സ്വഭാവം അറിയാലോ, ഇങ്ങനെ വായിൽ ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, എൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോണം, എനിക്ക് കേൾക്കണ്ട എന്ന് പറയും. അപ്പം സച്ചിയോട് ലാസ്റ്റ് രേവതി പറയുക, ഇതിനൊക്കെ നിങ്ങൾ ക്ഷമ ചോദിക്കും എന്നോട് ഒരു ദിവസം എന്നോട് സംസാരിച്ചോട്ടെ എന്ന് നിങ്ങൾ ചോദിക്കുന്ന ഒരു ദിവസം വരും, അന്നേ ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ നമ്മുടെ രേവതി പോവുകയാണ്. ഇതിനിടയിൽ സച്ചി കുടിച്ചു കൂത്താടിയാണ് പിന്നെ വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ രേവതി പോയതിൻ്റെ വിഷമവും കുറച്ച് കാണും, അതുപോലെ തന്നെ ഈ വിഷമവും എല്ലാ വിഷമവും കൂടി ആയപ്പം കള്ളു കുടിച്ച് കൂത്താടി ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പം ശ്രുതി ചോദ്യം ചെയ്യുന്നു, രവീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു, ചന്ദ്ര ചോദ്യം ചെയ്യുന്നു, പിന്നെ ശ്രുതി ചോദ്യം ചെയ്യുന്നു. ലാസ്റ്റ് ശ്രുതിക്കിട്ടൊരൊറ്റ അടി കൊടുക്കുന്നു. വലിയ വിഷയമായി തീരുകയാണ്. അവിടെ നമ്മുടെ രവീന്ദ്രൻ തളർന്നു പോകുന്നു. പെട്ടെന്ന് മക്കളിങ്ങനെ തല്ലുകൂടുന്ന കണ്ടതും ഒന്നും മനുഷ്യന് സഹിക്കാവുന്നതിന് അപ്പുറമാണല്ലോ, സഹിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്താ ചെയ്യുന്നത്? നേരെ നമ്മുടെ രവീന്ദ്രൻ പെട്ടെന്ന് നെഞ്ചുവേദന എടുത്തങ്ങ് താഴെ വീഴുകയാണ്. ഏതായാലും രവീന്ദ്രനെ ആ ഒരു സ്പോട്ടിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്, അത്ര നല്ല വിശേഷങ്ങളൊന്നും അല്ല, ഇങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വർഷയും ശ്രീകാന്തും തമ്മിൽ കുറച്ച് അടിയും പിടിയും ഒക്കെ തുടങ്ങി കേട്ടോ. കാരണം നമ്മുടെ ശ്രീകാന്തിനെ വീട്ടുകാരില്ലാതെ പറ്റുന്നില്ല, വർഷയുടെ വഴിക്ക് വരുന്നില്ല. ശ്രീകാന്തിന് വർഷ എന്ത് ചെയ്താലും അത് നോക്കിയിരിക്കാനോ ഒന്ന് ആസ്വദിക്കാനോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ആ ഒരു സ്നേഹം കൊടുക്കാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ്. അപ്പം ശ്രീകാന്തിനോട് വർഷ വഴക്കുണ്ടാക്കി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിനിടയിൽ നമ്മുടെ വർഷയുടെ വീട് കാണിക്കുന്നുണ്ട്. വർഷയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നമ്മുടെ റോഷൻ്റെ അച്ഛൻ വരികയും പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ വിശേഷം വരാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ഫുൾ വിശേഷം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ഒന്നും വിടാതെ തന്നെ ഞാൻ ഏകദേശം എല്ലാ വിശേഷങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നാളെ ഞാൻ ഇനി ഒരു വിശേഷവുമായിട്ട് വരുന്നതായിരിക്കില്ല. അപ്പം നമുക്കിനി തിങ്കളാഴ്ച കാണാം. അപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നയനയുടെയും ആദർശിൻ്റെയും അടുത്ത വീക്ക്, അതായത് അടുത്ത ആഴ്ചയിലെ വിശേഷം അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം അതുമായിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.